പേരും രൂപവും ഉള്ളം കയ്യിൽ നീ കുറിച്ചുവല്ലോ. ഒരു വാക്കു നാവിൽ വിരിയും മുൻപേ അതുപോലും അറിവു നീയൊരുവൻ. ചിന്തകൾ പണ്ടേ നീ അറിയുന്നു. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സത്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനെ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടുവാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിനെ പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവവിശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. ഞാൻ ഉറങ്ങാൻ പോകും മുൻപായി നിനക്ക് ഉന്നത നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി നിന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകി മേലിൽ പുണ്യപ്രവർത്തികൾ ചെയ്യാം. ഞാൻ ഉറങ്ങിടുമ്പോഴെല്ലാം എനിക്ക് ആനന്ദ നിദ്ര തരണം. സർവഭയങ്ങളും നീക്കി നിത്യ നിർവൃതി തന്നരുളണം. കന്യകമാതാവുമൊപ്പം എൻ്റെ കാവൽ മാലാഖയും കൂടെ രാത്രി മുഴുവനും എന്നെ നോക്കി കാത്തു സൂക്ഷിക്കുക വേണം. ഞാൻ ഉറങ്ങാൻ പോകും മുൻപായി നിനക്ക് കുന്നിത നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി